Hello friends, welcome to 𝙑𝙬𝙬𝙯 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ കുറിച്ച് ഒരു ആപ്പിനെ കുറിച്ച്, ആപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സർവീസിനെ കുറിച്ചാണ്, ഒരു ആപ്പും വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. TRIPMONEY എന്നൊരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ MAKEMYTRIP ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ഈസി ആക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് എന്തായാലും നമുക്ക് ട്രാവലിങ്ങിലും മെയിൻ ആവശ്യം വരുന്നത് നമ്മുടെ എന്താ പറയുക, ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ട്രെയിൻ ബുക്കിംഗ്, രണ്ടാമത് വരുന്നത് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മളെ MAKEMYTRIPും 𝙑𝙤𝙑𝙬𝙬 ഒക്കെ മെയിനായിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഹോട്ടൽ ബുക്കിങ്ങിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് വെച്ചിട്ട് നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. ഇവരുടെ ലെൻഡിങ് പാർട്ണറായിട്ട് TRIPMONEY ഉണ്ട്, അതുപോലെ തന്നെ IDFC ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ടെന്നുണ്ട്, അതുപോലെ കുറച്ച് ലെൻഡിങ് പാർട്ട്നേഴ്സ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് ത്രൂ ആണ് നമുക്കൊരു ലിമിറ്റ് നമുക്ക് ഇവർ തരിക ഈ TRIPMONEYൽ തന്നെ. അപ്പോൾ ആ ലിമിറ്റ് നിങ്ങൾക്ക് MAKEMYTRIPൽ പോലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ 𝙑𝙤𝙑𝙬 പോലും കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ട്രസ്റ്റഡുള്ള സംഭവമാണ്. എനിക്ക് കിട്ടിക്കുന്നത് TRIPMONEYയുടെ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ TRIPMONEY ഒരു 3-4 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിന് പണ്ട് നമുക്ക് ഒരു കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് TRIPMONEYയുടെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ TRIPMONEY ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ എന്തായാലും ആപ്പ് കാണിച്ചു തരാം TRIPMONEYയുടെ. നമുക്ക് ഈ സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് MAKEMYTRIPൽ നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങോ ഫ്ലൈറ്റ് ബുക്കിങ്ങോ എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് EMI ഒരു 12 മന്ത് വരെയൊക്കെ നമുക്ക് EMI കിട്ടും. നമുക്കിത് ആക്ച്വലി നമുക്ക് 2000 തൊട്ട് ഒരു 10 lakhs വരെ നമുക്ക് ഇതിന് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. നിങ്ങളുടെ സംഭവം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഇതിൽ നമ്മൾ പാൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. TRIPMONEY ഉള്ളവർക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചാൽ അവർ ലിമിറ്റ് നമുക്ക് കാണിക്കിട്ടാം. അപ്പോൾ പ്രത്യേകിച്ച് ട്രാവലിംഗ് ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഹോട്ടലിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ട്രാവലിംഗ് മാത്രമല്ല, നമുക്കിപ്പോൾ ബിസിനസ് ട്രിപ്പ് ആയാലും നമ്മളിപ്പോൾ ഓരോ സിറ്റീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടൽ ബുക്കിങ്സ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ നോ കോസ്റ്റ് EMI ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 12 മാസം വരെ എക്സ്ട്രാ EMI നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് റിസോർട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല റേറ്റ് കൂടുന്നതാണ്. അപ്പോൾ വെക്കേഷൻ പോകുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ട്രാവലിങ്ങിന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് സംഭവം എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മൊബൈലിൽ തിരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ആപ്പും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് MAKEMYTRIPൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഒന്നെങ്കിൽ EMI സെക്ഷനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പേ ലേറ്റർ സെക്ഷനിൽ ഇത് കാണാൻ പറ്റും കേട്ടോ. TRIPMONEY എന്നിട്ട് ബജാജ് ഫിൻസറിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ട്രസ്റ്റഡ് സംഭവം തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ശരിക്കും ആക്ച്വലി പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. എന്താ കാരണം എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ട്രസ്റ്റഡ് സംഭവമാണ്. ഇത് ഇനി പ്ലേ സ്റ്റോർ ഇങ്ങനത്തെ ഒരു പർപ്പസ് ആയതുകൊണ്ട് ഒരു അപ്രൂവ് ആയതാണോ? പക്ഷേ ഇങ്ങനത്തെ ലെൻഡിങ് ഇതിൽ ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം, അതുപോലെ സ്റ്റാൻഡേർഡ് ബാങ്കിൻ്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ലെൻഡിങ് പാർട്ട്നേഴ്സാണ് ഇവരുടെ. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ലോണും അപ്ലൈ ചെയ്യാം. ഈ 3 ഫീച്ചർ നമുക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ട്രാവൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ട്രാവൽ ലോൺസ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ വേറെ എക്സ്ട്രാ ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ഉണ്ട്. അപ്പോൾ ഈ 3 ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഈ 3 സംഭവം നമുക്ക് ഈ ആപ്പിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ TRIPMONEY എന്തുകൊണ്ടാണ് പ്ലേ സ്റ്റോർ അപ്രൂവ് ചെയ്യാത്തത് എനിക്കറിയാം. അതവർക്ക് അപ്രൂവ് കൊടുക്കാത്ത, നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് അപ്രൂവ് കൊടുക്കാണ്ടാണോ എന്നറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ ഇവരുടെ സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് www.tripmoney.com സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാൻ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മൊബൈലിലേക്ക് വേണ്ടി ചാനൽ പുതിയ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിലെ സ്റ്റോർ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള സംഭവം എന്ന് തോന്നുന്നു എനിക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിലെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിലെ ഹോം പേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ഹോം പേജ് കയറിയിട്ട് നമ്മുടെ ചാനൽസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഷോർട്സും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മൾ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും നമുക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇത് ആക്ച്വലി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. നമുക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് നോക്കണം. സൈറ്റിൽ പോയിട്ട് അവർ ലിങ്ക് അയച്ചിട്ട് ചെയ്യാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ. TRIPMONEY ഞാൻ ഒരു സൈറ്റ് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് TRIPMONEY അടിച്ചു കൊടുത്താൽ മതി. TRIPMONEY ഫസ്റ്റ് തന്നെ വരും കണ്ടോ. TRIPMONEY www.tripmoney.com എന്ന സൈറ്റാണ് വരുന്നത് കണ്ടോ. ഗെറ്റ് 2 minute ഡിജിറ്റൽ അപ്രൂവൽ ഫോർ ട്രാവൽ ലോൺസ് എന്നാണ് സംഭവം വരുന്നത്. ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ TRIPMONEY ആണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാമായിരിക്കും. TRIPMONEY നമ്മൾ പണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്.
അപ്പോൾ സെസ്റ്റ് മണി ഇപ്പോൾ ആക്ച്വലി നല്ലോണം വലുതായി. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ ഇടുമ്പോൾ അത്രയ്ക്ക് സൈസും അതുപോലെ ഇത്ര പാർട്ണർഷിപ്പും കാണുമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഭയങ്കര വലുതായി. അപ്പോൾ ഇത് നമുക്ക് ഈ സംഭവം ഈ ട്രിപ്പ് മണി എന്ന് പറയുന്ന സാധനം മേക്ക് മൈ ട്രിപ്പിലും ഗോ ഐ ബി പോലും ICICI ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരൊക്കെയാണ്. ICICI ബാങ്ക്, IDFC ബാങ്ക്, അതുപോലെ സെസ്റ്റ്, കിഷ്ട്, ക്യാപിറ്റൽ ഫ്ലോട്ട്സ് ഇവരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി സെസ്റ്റ് മണി തന്നെ വന്നേക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെറ്റ് മണി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മേക്ക് മൈ ട്രിപ്പിലും ഗോ ഐ ബി പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ പ്രൊവൈഡേഴ്സ് പറയുന്നത് ട്രാവൽ ലോൺ വരുന്നുണ്ട്, ട്രിപ്പ് മണി ഗ്ലോബൽ ക്ലാഷ് കാർഡ് എന്നൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നോ ആഡഡ് ഫീസ് ഓർ മേക്കപ്പ് എന്നുണ്ട്. ട്രാവൽ എന്ന് വെച്ചാൽ ഒരു 4S മാർക്കപ്പ് ട്രിപ്പ് മണി ഗ്ലോബൽ ക്യാഷ് കാർഡാണ്. നമ്മൾ ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബലി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമേഴ്സ് 500+ ടൗൺ ആൻഡ് സിറ്റീസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിപ്പ് മണി ഫിൻടെക് സൊല്യൂഷൻ എന്നൊരു സംഭവമാണ്. ഹരിയാനയിലത്തെ ഒരു കമ്പനിയാണ്. അവരെ കോൺടാക്ട് ആയിട്ട് support@tripmoney.com കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ലിങ്ക് ഇടാൻ നമ്മുടെ മൊബൈൽ നമ്പറിൽ കൊടുത്താൽ മതി. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രിപ്പ് മണിയുടെ ആപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ചോദിക്കും. ഞാൻ എന്തായാലും ഇത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക കുറച്ച് നമുക്ക് ഒരു പെർമിഷൻസ് ചോദിക്കാറില്ലേ, പെർമിഷൻസ് അലവ് ചോദിക്കുന്നതാണ്. ഞാൻ എല്ലാത്തിനും 1 ടൈമേ കൊടുക്കാറ്, ഓൾവേസ് ഉണ്ട്, ഓൺലി ദിസ് ടൈമേ കൊടുക്കാറ് എല്ലാ ആപ്പിനും. എന്ന് വെച്ചാൽ നമുക്കതൊരു സേഫ്റ്റിയാണ്. ക്രെഡിറ്റ് ഫോർ യുവർ എസെൻഷ്യൽ ട്രാവൽ നീഡ്സ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ബോറോഡ് സ്റ്റാർട്ടിങ് ഫ്രം 2000 to 10 lakhs വരെ നമുക്ക് കിട്ടും. അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. പേ ഓൺലി ഫോർ വാട്ട് യു യൂസ്, ഇൻക്രീസ് യുവർ ക്രെഡിറ്റ് ഓവർ ടൈം വിത്ത് ഗുഡ് റീപേയ്മെൻറ്റ് ബിഹേവിയർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ സൈൻ ചെയ്യണം, നമ്മൾ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ എനിക്ക് സെസ്റ്റ് മണി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് സൈൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി വന്നു ട്രാവൽ ലോൺ 33,707 നമ്മൾ സെസ്റ്റ് മണിയുടെ അതാണ്. സെസ്റ്റ് മണി നമ്മൾ ചെറുതായിട്ട് വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത് കണ്ടോ. ഗെറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. നമുക്കിതിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരു ടൈപ്പ് ഉണ്ട് കണ്ടോ. SIB ഉണ്ട്, സ്റ്റാറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ പേഴ്സണൽ ലോൺ നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് NBFC വഴി, നമ്മൾ നേരത്തെ കണ്ട NBFC വഴി. ട്രാവൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഞാൻ ആക്ച്വലി ട്രാവൽ ലോൺസ് ഇതിലോട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ 0 ട്രാൻസാക്ഷൻ ഓൺ മേക്ക് മൈ ട്രിപ്പ്, 0 ട്രാൻസാക്ഷൻ ഓൺ ഗോ ഐ ബി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂസ് 1000. അതുപോലെ ബില്ലിംഗ് സൈക്കിൾ വരുന്നത് 30 days ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് അവൈലബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലെൻഡിംഗ് പാർട്ടറാണ്. യു മേ നോട്ട് ബി ഏബിൾ ടു യൂസ് ഫസ്റ്റ് ടൈം നമുക്ക് എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നല്ലൊരു റീപേയ്മെൻറ്റ് ഹിസ്റ്ററി വന്നാൽ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലേ ഇൻ EMI പേയ്മെൻറ്റ് മേ ഡീആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്നും കാണിക്കുന്നുണ്ട് അവർ. അതുപോലെ സർട്ടൻ ബാങ്ക്സ് മേ ബൗൺസ് ചാർജസും ചാർജുകൾ കേസ് ഉണ്ട്. നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസാണ് ഇവിടെ സെസ്റ്റിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. എൻ്റെ ആ സംഭവമാണ്, അതുകൊണ്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ലോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൂടെ തന്നെ പേ ചെയ്യുകയും ചെയ്യട്ടെ. അപ്പോൾ അതാണ് ഇവിടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്പറും വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ബ്ലർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ട്രിപ്പ് മണി ആപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. പ്രത്യേകിച്ചും മേക്ക് മൈ ട്രിപ്പും ഗോ ഐ ബി ഒക്കെ ഉപയോഗിക്കുക. നിങ്ങൾ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ പ്ലെയിൻ ബുക്കിംഗ്, എയർപോർട്ടിൻ്റെ ബുക്കിംഗ്, എയർപോർട്ടല്ല ഫ്ലൈറ്റിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മാത്രമല്ല നമുക്കതിൽ എല്ലാത്തിലും അവൈലബിൾ ആണല്ലോ മേക്ക് മൈ ട്രിപ്പ്. നമുക്ക് ട്രെയിൻ അടക്കം തൊട്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് മേക്ക് മൈ ട്രിപ്പിലും ഗോ ഐ ബി ഇത് രണ്ടും സപ്പോർട്ടാണ്. അത് ആക്ച്വലി ഇവരുടെ ട്രിപ്പ് മണി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവരായിട്ട് ടൈപ്പ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രെയിൻ ബുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് സംഭവം തോന്നിയത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെസ്റ്റ് മണി നമ്മൾ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ ഇപ്പോൾ സെസ്റ്റ് മണി ഭയങ്കരമായിട്ട് വലുതായി. നമുക്കിപ്പോൾ ആപ്പിളിൻ്റെ സ്റ്റോറിലടക്കം സെസ്റ്റ് മണി സപ്പോർട്ടറാണ്. ഓഫ്ലൈൻ സ്റ്റോറിലാണ്, റിലയൻസിൻ്റെ സപ്പോർട്ടിലാണ്, ക്രോമയിൽ സപ്പോർട്ടറാണ്. അപ്പോൾ അത് അത്രയ്ക്കും വലുതായി. നമ്മളന്ന് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഓൺലൈൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതും ലിമിറ്റഡ് ആയിട്ടുള്ള ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സെസ്റ്റ് മണി EMI എന്ന് പറഞ്ഞിട്ട് കാണാൻ EMI സെക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ അത്രയ്ക്കും വളർന്നു. അപ്പോൾ അത്യാവശ്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടാം. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മുടെ ഈ ചാനലിൻ്റെ ഹോം പേജിൽ പോയി നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക ഷോർട്സിൻ്റെയും നമ്മൾ പെറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മൾ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അടുത്ത വീഡിയോ കാണാം. ബൈ.